നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആദ്യഘട്ടത്തിൽ ഓർഡിനറിയിൽ മാത്രം. തൃണമൂൽ രാജ്യസഭ MP സുസ്മിത ദേവ് രാജിവെച്ചു. ഉറിയിൽ സൈനിക ക്യാമ്പിലുണ്ടായ സ്ഫോടനത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതാണെന്ന് VD സതീശൻ. സംസ്ഥാനത്തെ മഴയുടെ ശക്തി കുറയുന്നു. ഇന്ന് തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകളില്ല. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആദ്യഘട്ടത്തിൽ ഓർഡിനറിയിൽ മാത്രം. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ആദ്യഘട്ടത്തിലാണ് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നതെന്നും വരുമാനവും പ്രായവും കണക്കിലെടുക്കാതെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഈ ആനുകൂല്യം ലഭ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി എന്ന് ഈ പദ്ധതി അറിയപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിമാസം 75 കോടിയോളം രൂപ ഇതിനായി അധിക ബാധ്യത ഉണ്ടാകും. നിലവിൽ പ്രതിവർഷം 1500 കോടി രൂപയാണ് കെഎസ്ആർടിസിക്ക് നൽകുന്നത്. സ്ത്രീ സൗജന്യ യാത്രയ്ക്കായി 800 കോടിയോളം രൂപ അധികമായി നൽകണം. ഓർഡിനറി ബസ്സുകൾ കുറവുള്ള മലബാർ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃണമൂൽ രാജ്യസഭ MP സുസ്മിത ദേവ് രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസിൽ ഒരാഴ്ചക്കിടെ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. രാജ്യസഭ MP സുസ്മിത ദേവാണ് രാജിവെച്ചത്. കഴിഞ്ഞ ദിവസം MP സുഖേന്ദു ശേഖർ റായിയും രാജിവെച്ചിരുന്നു. രാജി സംബന്ധിച്ച് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണന് സുസ്മിത കത്തയച്ചു. രാജിക്കത്ത് ഉടൻ സ്വീകരിക്കണമെന്നാണ് അവർ കത്തിൽ ആവശ്യപ്പെട്ടത്. അസമിലെ സിൽച്ചറിൽ നിന്നുള്ള കോൺഗ്രസ് മുൻ ലോക്സഭാംഗമായിരുന്നു സുസ്മിത. 2019 തിരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ അവർ കോൺഗ്രസ് വിട്ടു. 2021 സുസ്മിത ദേവ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. ഒരാഴ്ചക്കുള്ളിൽ 2 രാജ്യസഭാ MPമാർ രാജിവെച്ചതോടെ തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത്. ഉറിയിൽ സൈനിക ക്യാമ്പിലുണ്ടായ സ്ഫോടനത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. ജമ്മു കാശ്മീരിലെ ഉറിയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. ഉറി മേഖലയിലെ കമൽഘട്ട് ക്യാമ്പിലായിരുന്നു സംഭവം. മഹാരാഷ്ട്രയിലെ ഐറോളി സ്വദേശിയായ ചവാൻ വിക്രം ബാലകൃഷ്ണ, ഷഹ്പൂർ സ്വദേശി അർജുൻ ജാദവ് രാജേന്ദ്ര എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഹെലികോപ്റ്റർ മാർഗം ശ്രീനഗറിലെ ബദാമിബാഗ് കന്റോൺമെന്റിലെ സൈനിക ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഇരുവരും മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. സ്ഫോടനത്തിൽ 2 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ സൈന്യം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതാണെന്ന് VD സതീശൻ. ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽവേ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതാണെന്നും പഠിച്ച ശേഷം മാത്രം തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഗതാഗത സെക്രട്ടറി അധ്യക്ഷനായ 4 അംഗ സമിതിയാണ് പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചത്. റെയിൽവേ മേഖലയിലെ വിദഗ്ധൻ J വിനയൻ, ധനകാര്യ വിദഗ്ധൻ Dr. C വീരമണി, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരാണ് സമിതിയിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം ശ്രീധരനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 15 ദിവസത്തിനുള്ളിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ അറിയിപ്പ്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഇന്ന് തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകളില്ല. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് ഒരു ജില്ലയിലും തീവ്ര അതിതീവ്ര മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. അതേസമയം വടക്കൻ കേരളത്തിൽ മഴ തുടരും. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് അലർട്ട് ഇല്ല.
എങ്കിലും സാധാരണ കാലവർഷ മഴ എല്ലാ ജില്ലകളിലും തുടരും. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് വടക്കൻ മേഖലകളിൽ കെടുതികൾ തുടരുകയാണ്. നദികളിലും പ്രധാന അണക്കെട്ടുകളിലും ജലനിരപ്പ് സുരക്ഷിത നിലയിലാണ്. 13 അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം നിയന്ത്രിത അളവിൽ ഒഴുക്കി വിടുന്നുണ്ട്.